മാതാപിതാക്കൾ മക്കളെ തോൽക്കാൻ പഠിപ്പിക്കണം. മാതാപിതാക്കൾ മക്കളെ തോൽപ്പിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. മാതാപിതാക്കൾ മക്കളെ തോക്കാൻ പഠിപ്പിക്കണം. പഠിക്കാതെ തോൽക്കാൻ അതെല്ലാവർക്കും പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് തോക്കാനായിട്ട് ഓരോ കുട്ടിയും പഠിക്കണമെന്നാണ് പറയുന്നത്. അത് മാതാപിതാക്കളിൽ നിന്ന് തന്നെ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ടിറ്റോ, പുതുക്കാടാണ് വീട്, ടിറ്റോ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വെച്ചാൽ എൻ്റെ ഒരു കസിൻ്റെ ഒരു വീട്ടിൽ സൗകര്യമുള്ളപ്പോൾ അച്ഛനൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം? വേറെ ഒന്നുമില്ല വെച്ചാൽ അവൾക്ക് 2 മക്കളാണ്. ഒരു മകള് ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരനോട് പങ്കുവച്ചൊരു കാര്യം എങ്ങനെയാണ്, വളരെ നല്ല സമർത്ഥയായൊരു പെൺകുട്ടിയായിരുന്നു അവൾ. 1 മുതൽ 12ാം ക്ലാസ് വരെ എല്ലാത്തിലും എല്ലാവരേക്കാളും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചവൾ. കോവിഡിൻ്റെ സമയത്ത് വെറുതെ വീട്ടിലിരുന്ന സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഡിപ്ലോമ കോഴ്സിന് എന്തോ ചേർന്നു. കോഴ്സ് തുടങ്ങി 1 മാസം കഴിഞ്ഞിട്ടാണ് അവൾ ചേർന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പരീക്ഷയ്ക്ക് 1 മാസമോ 1.5 മാസമോ കഴിഞ്ഞപ്പോൾ ഒരു പരീക്ഷ നടത്തിയപ്പോൾ അതിൽ അവൾക്ക് മറ്റുള്ളവരുടെ അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൾ തീരുമാനിച്ചു, എന്ത്, ഞാൻ പഠിക്കാൻ കൊള്ളത്തില്ല, ഞാൻ തോറ്റുപോയി. സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ തോറ്റുപോയത്. പിന്നീട് അവൾ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. അവൾ 1 മുഴം കയറിൽ ഒരു ഫാനിൽ ജീവിതം അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, അവിടെ തോറ്റുപോയത് ശരിക്കും അവളല്ലല്ലോ, അവളുടെ മാതാപിതാക്കളല്ലേ. പലപ്പോഴും മാതാപിതാക്കൾ മക്കളെ തോക്കാൻ പഠിപ്പിക്കാറില്ല. എങ്ങനെയാണ് അവരെ തോക്കാൻ പഠിപ്പിക്കുക? വിചിത്രമായൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം, പക്ഷേ വിചിത്രമായ ഒരു കാര്യമല്ല. മക്കളെ മാതാപിതാക്കൾ തോൽക്കാൻ പഠിപ്പിക്കണം. അതെങ്ങനെ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, മക്കൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാകും. മക്കളെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് അപ്പനും അമ്മയാണ്. അപ്പോൾ അവരുടെ കഴിവുകൾ നമുക്കറിയാം. പാടാൻ കഴിയുന്ന കുട്ടിയെ ഓടാൻ ചേർക്കണമെന്നാണ് പറയുന്നത്. നന്നായി പാടാൻ കഴിയുന്ന കുട്ടിയെ ഓട്ട മത്സരത്തിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ അവർ തോറ്റുപോകുമ്പോൾ തോൽവിയുടെ വേദന അവർ തിരിച്ചറിയും. അവളെ ഒരിക്കലും നമ്മൾ തോൽപ്പിക്കുകയല്ല, അല്ലെങ്കിൽ അവനെ നമ്മൾ ഒരിക്കലും തോൽപ്പിക്കുകയല്ല, മറിച്ച് ഒരു മത്സരത്തിൽ അവൻ തോറ്റുപോകുമെന്ന് ഉറപ്പായ ഒരു മത്സരത്തിൽ അവനെ പങ്കെടുപ്പിക്കുക. അപ്പോൾ അവിടെ അവൻ തോൽവിയിൽ നിന്നുണ്ടാകുന്ന വേദന അവൻ തിരിച്ചറിയുക. പാടാൻ കഴിവുള്ള അവനെ പാട്ട് മത്സരത്തിൽ ചേർക്കാതെ, പാട്ട് മത്സരത്തിൽ ചേർക്കണം, ഒപ്പം ഓട്ട മത്സരത്തിലും കൂടെ ചേർക്കണം. അപ്പോൾ ഓട്ടത്തിൽ അവൻ തോറ്റുപോകും, പാട്ടിൽ അവൻ ജയിക്കും. ഓട്ടത്തിൽ തോറ്റുപോകുമ്പോൾ തോൽവിയുടെ വേദന അവൻ തിരിച്ചറിയും. പാട്ട് മത്സരത്തിൽ ജയിക്കുമ്പോൾ ആ തോൽവി അവൻ മറന്നു പോകും. അപ്പോൾ തോൽക്കാൻ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളെ തോൽപ്പിക്കണമെന്നല്ല, തോൽക്കാൻ പഠിപ്പിക്കണം. കുട്ടികളെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല, ബുദ്ധിമുട്ട് അറിയിച്ചു വളർത്തണം. അങ്ങനെ മാതാപിതാക്കൾ കുട്ടികളെ ബുദ്ധിമുട്ട് അറിയിച്ചു വളർത്തുമ്പോൾ, മാതാപിതാക്കൾ കുട്ടികളെ തോൽക്കാൻ പഠിപ്പിക്കുമ്പോൾ, ആ അപ്പൻ, ആ അമ്മ, ആ മകൻ്റെ മകളുടെ ജീവിതത്തിൽ എന്നും വിജയിച്ചു മുന്നേറുവാനായിട്ട് അവർക്ക് സാധിക്കും. അല്ല എങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള ചില ആത്മഹത്യകളിലൂടെ ഈ മാതാപിതാക്കൾ അവർ പോലും അറിയാതെ തോറ്റുപോകും. അങ്ങനെ തോറ്റ മാതാപിതാക്കളായി ജീവിക്കാനാണോ നമുക്കിഷ്ടം? ഇല്ല, ജയിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും. അതിനുവേണ്ടി അവരെ ബുദ്ധിമുട്ട് അറിയിച്ചു വളർത്താം, അവരെ തോക്കാൻ പഠിപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.